പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാജമാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, അതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതൊന്ന് കറി വെക്കാനാണ് വിചാരിക്കുന്നത്. ഇത് പൊളിച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കുവാണ്. ഇതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാള, പിന്നെ തക്കാളി, ഇതെല്ലാം ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തു. അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ സ്വല്പം നല്ല ജീരകം ചേർത്തു, ചെറിയ ജീരകം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തു. പിന്നെ അതിലേക്ക് ഈ പറയുന്ന നമ്മുടെ ഈ പയർ എൻ്റെ പേരെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു രാജമാൾ ആണെന്നല്ല, അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഏതോ ഒരു പയറാണ്. പയർ, പിന്നെ ഇവിടെ ഇരുന്ന ഒരു വെജിറ്റബിൾ, എന്താ അതിൻ്റെ പേര് മറന്നുപോയി. ഓക്കെ, അതിൻ്റെ പേര് മറന്നുപോയി ഞാൻ. പടവലങ്ങ, ഇത് പടവലങ്ങ. പിന്നെ ഇച്ചിരി ചീര ഉണ്ടായിരുന്നു, ചീരയുടെ തണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ ഫ്രൈ ചെയ്ത് ഇതൊന്നും ഈ പയറൂടെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് മസാല ഇടാവുന്നതാണ്. ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് കാണിക്കാമെന്ന് വെച്ചാൽ വീഡിയോ ഒത്തിരി ലെന്തായിപ്പോവും. അതുകൊണ്ടാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ചീനച്ചട്ടി വെക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക് വറുക്കുക. അത് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും ചെയ്യുന്ന ഒരിതാണ്. അപ്പം ഇത് തന്നെ വേണമെങ്കിൽ, ഈ പയർ തന്നെ വേണമെങ്കിലും കറി വെക്കാം. പക്ഷേ ഞാൻ ഇച്ചിരി വെജിറ്റബിളൂടെ അല്ലാത്ത വെജിറ്റബിളൂടെ ഇട്ടതേ ഉള്ളൂ. ഏത് പയറായാലും നമുക്ക് ഗ്യാസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കണം. ഇതിനകത്ത് കൊച്ചുള്ളിയും ചേർത്തുകൊണ്ട് ഇതിനി അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് മസാല ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പയറും നമ്മളിട്ടിരുന്ന മറ്റ് വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു തക്കാളി ഇട്ടായിരുന്നു. അതിനൊക്കെ ചെറിയ ഇതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം ഒത്തിരി ലെന്തിയായി പോകും വീഡിയോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു കയ്യിൽ മൊബൈലും വെച്ച് ഒരു കയ്യിൽ ഇതെല്ലാം കൂടെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ്. വേറെ സാധാരണ ക്ഷമിക്കുക എല്ലാവരും. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. സാധനം അനുസരിച്ചും ഓരോരുത്തരുടെ എരിവും അനുസരിച്ച് വേണം മസാലകൾ ചേർക്കാൻ. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയതിനാൽ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, നല്ല കളറുള്ളതാണ്. പിന്നെ ഒരു സ്പൂണ്, 2 സ്പൂൺ അത്രയും മുളക് പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ സ്വല്പം മുളക് പൊടിയുടെ ചേർത്ത് വെച്ചേക്കുന്നതിനാൽ ഗരം മസാലയിൽ എരിവുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ. ഇത് എൻ്റെ എരിവനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇതിനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റാം. ഉടനെ വെള്ളം ഒഴിക്കല്ലേ, ഈ മസാലയുടെ ആ ഒരു പച്ച മണം മാറിയിട്ട് വെള്ളം ഒഴിക്കാവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് ഒന്ന് ആവി വരുമ്പോഴത്തേന് ഒരു വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം നമ്മളിട്ടിരുന്ന മസാലയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ പച്ച ഇതിൻ്റെ മണം മാറിക്കഴിഞ്ഞപ്പോൾ നമുക്കിന്ന് ഇതിനകത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഈ പയർ വേവാൻ നല്ല ടൈം എടുക്കും. അതിനാൽ ചേറെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഒരു തക്കാളി അരിഞ്ഞിടാം. എരിവ് കൂടുതലാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ തന്നെയും ഒരു തക്കാളി അരിഞ്ഞിടാറുണ്ട് കറികളുടെ ഒക്കെ തിളച്ച് വരുമ്പോൾ. അതൊരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തക്കാളി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു തക്കാളിയും കൂടെ ഇട്ടാൽ ഇങ്ങനെയൊക്കെയുള്ള കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഗരം മസാല, ഇത് ഞാൻ മുളകും മല്ലിയും പിന്നെ ഗരം മസാലയും കൂടെ ഒക്കെ ചേർത്ത് കുരുമുളകും എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്നത് കൊണ്ട് എരിവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മുളക് പൊടി കുറച്ചിട്ടത്. ഇനി ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. എരിവ് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം ഒന്നത് ചൂടല്ലേ. ഈ നോയമ്പ് കാലത്ത് വെക്കാവുന്ന നല്ലൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ നമുക്ക് ഈ കടലയുടെ കൂട്ട് തന്നെയാണ് ഈ പയറും. നമ്മൾ ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും ഉണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലും ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നാട്ടിലും ഉണ്ട്. രാജമ്മ എന്ന് പറയുന്ന ഒരു പയർ വർഗ്ഗം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വലിയ പയർ കിട്ടും, ബീൻസിൻ്റെ കൂട്ടുള്ള വലിയ വലിയ ഷോപ്പുകളിൽ ബിഗ് ബസാർ പോലെ ഉള്ളിടത്തൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പിട്ടാണ് ഞാൻ വഴറ്റിയത്. ഇനി ഉപ്പില്ല എങ്കിൽ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ എണ്ണ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ കൊത്തമല്ലി ഉണ്ടെങ്കിൽ ഇട്ടത് നല്ലതായിരിക്കും. ശരിക്കും നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനൊരു തക്കാളിയും കൂടെ അരിഞ്ഞിടും. അതെൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം എല്ലാവരും ഇത് വെച്ചൊന്ന് ഇങ്ങനെയൊക്കെയുള്ള പയർ കിട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ ഉണക്കപ്പയർ കിട്ടും. ഈ രാജമ്മയുടെയൊക്കെ കവറിനകത്ത് ഇപ്പം എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നുണ്ട്. അന്നേരം ഇത് വെച്ചൊന്ന് പരീക്ഷിക്കുക. പരീക്ഷണമല്ല, ഈ നോമ്പ് കാലത്തൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വെച്ചൊന്ന് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നലെ ഒരു മാങ്ങാച്ചാറും ഇട്ടു അങ്ങനെ ഇന്നലെ ഒരു നെല്ലിക്ക അച്ചാറിട്ട്. നെല്ലിക്ക ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല. എപ്പോഴും ഈ ചൂടുവെള്ളത്തിനകത്ത് ഇട്ടിട്ട് കാന്താരി ഇടുന്നേ ഉള്ളൂ. പക്ഷേ മുളക് ഇട്ട് മരപ്പ് ചേർത്ത് നെല്ലിക്ക വെച്ച് ഇന്നലെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം തന്നെ ഒരു 3-4 എടുത്ത് കഴിച്ചു. അപ്പോൾ ഇത്തിരി കയ്പ്പ് മാറാൻ വേണ്ടി ഇച്ചിരി കരിപ്പോട്ടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതായിരിക്കും ഇത്രയും ടേസ്റ്റ്. ഞാൻ 2 ദിവസത്തിന് മുമ്പ് മാങ്ങ അച്ചാറിട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് അത് വഴറ്റിയപ്പോൾ ഒത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടി ഇനി മാറ്റി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുറച്ച് മസാല നെല്ലിക്ക അച്ചാറിന് വേണ്ടി മാറ്റി വെച്ച മസാലയാണ് ഇന്നലെ നെല്ലിക്ക ഒന്ന് വാട്ടിയിട്ട് മസാല ഇട്ട് സ്വല്പം എണ്ണ അതിൻ്റെ മുകളിൽ കൂടെ എള്ളെണ്ണ ഒഴിച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ കറി വെച്ചപ്പോൾ ഒന്ന് താളിച്ച് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി ശർക്കര അല്ലെങ്കിൽ കരിപ്പോട്ടി ഞാൻ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അത്ര കയ്പ്പ് അറിയുന്നില്ല. ഇത് നാടനാണ്, ചെറിയ നെല്ലിക്കയാണ്, കയ്പ്പൊന്നും വലുതായിട്ടില്ല. അപ്പം നോമ്പിനുള്ള കറികളൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി ചോറുണ്ണാൻ കേട്ടോ. ഈ നെല്ലിക്ക മാത്രം മതി ചോറുണ്ണാൻ ഈ അച്ചാറ്. ഇപ്പോൾ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. താങ്ക് യു.